ഹലോ, വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാർഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ടീമിലുള്ളത് ഈ പ്ലേയേഴ്സൊക്കെയാണ്. ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞ് വിറ്റു. ഇപ്പോൾ ഈ റാഫേലിയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലേയേഴ്സിന് ബ്രോൺസ് കാർഡാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. സ്ട്രൈക്കർ പൊസിഷൻ ഈ കാർഡ്, CDM ഇതിൻ്റെ ഏത് പൊസിഷനാണ്? ഇതാണ് എൻ്റെ പൊസിഷൻ. സെൻട്രൽ മിഡിൽ ബ്രോൺസ് കാർഡ് ഇല്ലേ? കുഴപ്പമില്ല. പെപ്പേര കാർഡല്ലേ, കുഴപ്പമില്ല. ഇവരൊക്കെ എല്ലായിടത്തും ബ്രോൺസ് കാർഡ് ഇട്ടല്ല. നമ്മളൊരു ഹെഡ് വിട്ട് കളിക്കും. വിയേരെ മാറ്റത്തില്ല, അക്കാഞ്ചിനെ മാറ്റത്തില്ല. എന്തായാലും ഒരു ഹെഡ് വിട്ട് കളിക്കും, തോക്കുകയും ചെയ്യും. അത് ഉറപ്പല്ലേ. ഈ ടീം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് പോവാം. ഏതെങ്കിലും നല്ല ഓവറുള്ള പ്ലെയറെ എനിക്കെതിരെ വരാറുള്ളൂ. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. 98, 96, 99 പറയണ്ട, തോറ്റത് തന്നെ. ഒരു കാര്യം ചെയ്യുക, വിയേരെ പിടിച്ച് സ്ട്രൈക്കർ പൊസിഷൻ ഇടാം. അപ്പോൾ ലൈൻ ചെയ്യുന്നില്ല, സ്കിൽ പോകുമ്പോൾ എളുപ്പമായിരിക്കും കളിക്കാൻ. അപ്പോൾ വിയേരെ നമുക്ക് സ്ട്രൈക്കർ പൊസിഷൻ ഇടാം. തോമസ്, ലെവാൻഡോസ്കി. എൻ്റെ മെയിൻ ടീം എടുത്ത് കാർലോസ് ആൽബർട്ടോ. നൈസ്. കുത്തിയിരുന്ന് കളിക്കണമെന്നാണ്. അവൻ്റെ മറ്റേ ബാഡ്ജൊക്കെ ഉണ്ട്. സേവ് കൊടുക്കാം. ഈ സ്പീഡില്ല മാർക്ക്. ഞാൻ ബാക്കിലോട്ട് ഇട്ട് കളിക്കാൻ. എന്തിരി ലാഗ് ഫോൺ. ഇത് ഗോളായേന്. റീകണക്റ്റിങ്. ഞാൻ വൈഫൈയുടെ മൂട്ടിലാണ് കളിക്കുന്ന. ഈ ഒന്നു കൊടുത്തു. ഇത് ശരിയാവൂല. ഞാൻ ഒരു പ്ലെയർ റിവ്യൂ ഇടാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതെന്തൊരു സത്രോ. നന്നായി. ഇബ്രാഹിം ഗോൾ അടിച്ചു. ഈ ടീം കൊണ്ട് പോകുമ്പോൾ സർവ്വസാധാരണം. വേറൊന്നും നടക്കത്തില്ല ഇവിടെ. ഇതാണ് അവൻ ഒരു നല്ല മൈൻഡുള്ളൊരു ഗെയിമറാണ്. വലിയൊരു പാസ് കൊള്ളാം. ഇപ്പോൾ റാഫേലിയോയും ആരൊക്കെ റാഫേലി ഈ കാർഡ് എനിക്ക് അല്ലാതെ കിട്ടിയതാണ്, ഞാൻ മേടിച്ചതല്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു റൊണാൾഡോയുടെ കാർഡ് മേടിക്കാനുള്ള മണിയുണ്ട്, പൈസയുണ്ട്. നിങ്ങൾക്ക് റൊണാൾഡോയുടെ കാർഡിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഇതില്ലേ, നെറ്റ്വർക്ക് ഇതാണല്ല കേട്ടോ. ഞാൻ വൈഫൈയിലിരുന്നാണ് കളിക്കുന്നത്. പക്ഷേ ഈ റീകണക്റ്റിങ് ഇത് കളിച്ച് എന്തുവാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഗോൾ കളിക്കാൻ പോകുമ്പോൾ മാത്രമേ കാണിക്കുള്ളൂ ഇത്. തീയേക്കാരെ മെയിൻ പരിപാടി എപ്പോൾ ഹെഡ് കളിക്കുമോ എപ്പോഴത്തേക്കും. ഞാൻ ഗോൾ കളിക്കാൻ പോകുമ്പോൾ മാത്രം അവന്മാർ നെറ്റ്വർക്ക് വേണം വളി എന്നൊക്കെ പറയുന്നുണ്ട്. അവന്മാർ വരും. ഫ്രീ കിക്ക്. ആരെടുക്കണം? റാഫേലിയോ. ഇത് ഗോളായ രക്ഷപ്പെട്ടു. പക്ഷേ നടുക്കോട്ടടിച്ചിട്ട് ഓ 2 ഗോൾ അടിച്ചല്ലേ. ഞാൻ മറന്നുപോയി. നമുക്ക് ഈ ഹെഡ് എന്തായാലും ഒന്നും നടക്കത്തില്ല. അപ്പം നമുക്ക്
ആ ബ്രോൺസ് പ്ലേസിന് പറ്റി നമുക്ക് ഓൾട്ടോ ബിൽഡ് അടിക്കുമ്പോൾ FC മൊബൈൽ കാരണം ആ ടീമിട്ട് കളിക്കാം. എന്തായാലും ഈ കളി പറ്റത്തില്ല. ഒരു ഗോളെങ്കിലും അടിച്ചില്ലെങ്കിൽ ശരി. ഇപ്പോൾ ഈ കളി ഞാൻ ഒരു ഗോൾ പോലും അടിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒന്നാമതൊന്നുമില്ല. മയ്യ അതൊക്കെ ആര് കണ്ട അവന്മാരെ പാസിങ് എന്നൊരു ഇതില്ല. പെപ്പേര് 84-ന്റെ കണക്കാണ് കിടക്കണത്. 99-ന്റെ ആയിരുന്നെങ്കിൽ അതിന് വലിയ ഗുണമൊന്നുമില്ല. ആ പൊസിഷനിൽ കളിപ്പിച്ചത് അവസ്ഥയാണ്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം FC മൊബൈലിൻ്റെ വീഡിയോ അവിടെയൊക്കെ ആ ഫോർഡനായിരുന്നെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തതിനെന്നറിയാമോ ബോളിൽ. ഓക്കെടാ മനസ്സിൽ ബോള്. ഓ 74-ലെ ഗോളിയാണ് അവൻ. സേവ് കണ്ടോ ഒറ്റ മോനെ. ഒരു ഗോള് കയറാനും ചാൻസ് കൂടുതൽ. അയ്യോ ഫോൾ വിയറിക്ക് ഫോൾ. മോനെ കൊള്ളാടാ. അൽവാരസ് മാഞ്ചസ്റ്റർ അല്ല. പിന്നെ ഗൈസ് എൻ്റെ തേർഡ് അക്കൗണ്ടിൽ എനിക്ക് കാസമറയെ കിട്ടി. അതിൻ്റെയും കൂടെ റിവ്യൂ ഉണ്ടോയെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് എടാ അൽവാരസ് വിഷയം പറയാതിരിക്കാം. ഈ വിഷയം സേബിളെന്ന് പറഞ്ഞു അതും കൂടെ ചെയ്യും. അത് വെളിയിൽ പോയി ഉണ്ടാവാനെ. ഓ നെറ്റ്വർക്ക് വിഷയമാണല്ലേ. കൊള്ളാം. അവനെ മാറ്റുന്നില്ല. അവനെ മാറ്റേണ്ട ആദ്യം ഇല്ല. അത് വേറെ പൈസ. മോനെ ഇത്ര സേവടാ ഇത്. വിഷയം തന്നെ കേട്ടോ അൽവാരസ്. ബോളത്തെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോർണർ തീരണ്ടേ. അൽവാരസിൻ്റെ ഉണ്ടാ പിന്നെ ഈ കോർണർ തന്നെ. മാച്ച് ഓഫ് കോർണർ. ഓ നെറ്റ് അടുത്തൊരു പദം ഗോളിയും കൊണ്ട് വരണം അവൻ്റെ ഉപ്പൻ്റെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. 2-0. എൻ്റെ FC പോയിലെ ട്രോഫി ഫുള്ള് കുറേ. അപ്പോൾ ഗൈസ് നമ്മൾ അക്കൗണ്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ആൾട്ടോ ബിൽഡ് അടിക്കുകയാണ്. എനിക്ക് ഈ പൊസിഷൻ മാറ്റാം. ഇത് ഇത്ര പ്ലേസേ ഉള്ളൂ. അത് വേറെ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു പൊസിഷൻ ചെയ്തിടും. ആ പൊസിഷൻ എടുക്കും. അങ്ങനെ തൊട്ടില്ലേ. ഒന്നും കൂടെ ഏതെങ്കിലും അങ്ങനെ ഇങ്ങനെ തലവര തൊടുന്നുണ്ട്. തൊട്ട് ഇതല്ലേ മറ്റേ പക്ഷേ ഇത് വേണ്ട. ഇതല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ട് കളിക്കാറുള്ളതാണ്. ഓക്കെ താങ്ക് യു. ഓക്കെ ഇനി ഒരാൾട്ടോ ബിൽഡും കൂടെ അടിക്കാം. വേണ്ട ഇതാണ് ബെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിട്ട് കളിക്കാം. ഈ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കും വെച്ച് ഞാൻ ഇതുവരെ ടീം കളിച്ചിട്ടില്ല. അതായത് ഈ കളി എനിക്ക് ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഒന്നെങ്കിൽ ഒരു ഗോളും അടിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ഗോൾ പോലും അടിച്ചില്ല. എന്തോ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അത് വേറെ. എന്തായാലും ഈ കളി കഴിഞ്ഞ കളിയിൽ നിന്നും ഒരുപാട് ഇതായിരിക്കും. എന്തൊരു
അല്ലാതെ Hello, it's great to be with you, and no problems at all on the weather front as we get ready for this match. അത് മെച്ചപ്പെട്ടതായിരിക്കും. Excited to ഓ be bringing നെയ്മർ you this commentary, മുസിയാലയാണ് and ഗോളി, alongside കുഴപ്പമില്ല. me, my broadcasting partner Stuart Robson. And with അർജന്റീനയും kickoff ഗോളിയാ. just moments away, we really should be in for a magnificent occasion. It's Kerala Blasters ഓ versus കേരള Kerala ബ്ലാസ്റ്റേഴ്സാ, ഇന്ത്യക്കാരനാണ് Blasters. Well, as is ആയിരിക്കും. always the case, both teams will look to control the centre of the pitch. Whichever can do that, dominate possession. Goal That's ഇതാടാ. probably the game. This is going to be key, I think, today. കാലിൽ ബോൾ കിട്ടാതെ ഈ Lord Prowse, ബോൾ കിട്ടാത്ത കാര്യമില്ലല്ലോ. അവനെ കളിക്കാൻ അറിയാം, തീർന്നു. and the opportunity goes അവനെ in. കളിക്കാൻ അറിയാം, He decided to hit that തീർന്നു. with power rather than going for placement. നമുക്ക് പാസ് ഇട്ട് കയറാനേ പറ്റൂ, അല്ലാതെ ഒരു പരിപാടി നടക്കും. Foden, ഫോടനൊക്കെ ഉള്ളതുകൊണ്ട് വല്ലതും നടന്നത്. here's Manuel Lanzini, Rafael Leao, and he might be through here. ഓഫ് സൈഡ്. Would have been a chance. പക്ഷേ നല്ലൊരു അറ്റാക്ക് ചെയ്ത് വന്നതാണ് ഈ പൊട്ടൻ. ഇവിടെ കുറച്ച് ബാക്കിലോട്ട് ഇന്ന് മതിയായിരുന്നു, ഓഫ് സൈഡ് ആവുകയായിരുന്നു. ഈ ആരാളെ പിടിച്ച് ടീമിലോട്ടിട്ടുണ്ട്. അല്ല അവൻ്റെ പൊസിഷൻ ക്യാമാണ്, എന്നാലും വേണ്ടേ ഒരു കളിക്കെങ്കിലും വേണ്ടേ. Williams, ഓ and a strong പാസിട്ട് tackle. മുടിപ്പിക്കുകയാണല്ലേ. അയ്യോ ഈ നെറ്റ് വാഴപ്പിണ്ടി. Bergkamp, ഓക്കെ, എൻ്റെ നെയ്മർ അവിടെ കിടന്ന് ഉരുണ്ടിട്ടുണ്ട്. ആ Saïd, പിന്നെ ഈ വീഡിയോ ഗെയിം എഡിറ്റ് വലിയ ഉപയോഗമൊന്നുമില്ല, എൻ്റെ വീഡിയോ കാണാൻ പോലും ആളില്ല. interception. പെനാൽറ്റി ആണോ? അല്ല, ഓഫ് സൈഡ്, ഓഫ് Able സൈഡ്. to stay onside. You're absolutely നന്നായി. right. Stay onside, and that could be a നനത്തിക്കൊടു. really big chance. Vieira, ആ കൊള്ളാടെ വിയാറ പാട്രിക് വിയാറ. I must say this looks promising. Must take the lead here. And a ആനെ റാഫേലിയോ പേസ് കിങ്. എൻ്റെ 22 ട്രെയിൻ ചെയ്ത റാഫേലിയോ ആയിരുന്നു, അത് ഞാൻ അറിയാതെ എന്തോ ചെയ്ത് ട്രെയിനിങ് കുറഞ്ഞു പോയതാണ്. വിയേറയുടെ പാസ്സായിരുന്നു. ഞാൻ അവിടെ സ്കിൽ മൂവ് ഇടണ്ടായിരുന്നു, ഞാൻ അത് സ്കിൽ മൂവ് ഇട്ടത് ആ ഡിഫൻഡറിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ, പക്ഷേ അവൻ സ്കിൽ മൂവ് ഉപയോഗിച്ചത് again. What sort of response? ക്ലിക്ക് ചെയ്ത് സ്കിൽ മൂവ് ക്ലിക്ക് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്തത് ഡിഫൻഡറിൻ്റെ മുമ്പിൽ വെച്ചാൽ, പക്ഷെ അവൻ ചെയ്തത് Rafael ആ Leao. ഒരു കാര്യം ചെയ്യും എൻ്റെ And he's made ആ നെയ്മർ ഓ ആ വേണ്ടേ that was needed. ലെജൻഡ്. ആ പിന്നെയും പോയി. Intelligent play to win. വേണ്ടേക്ക് എൻ്റെ ഒരു കിഡിലെ ഇൻ്റർസെപ്ഷൻ ആയിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Lanzini, Rafael Leao. റെയിൻബോ കൂടെ എനിക്കും അറിയാം. എന്നാ പിടിച്ചു, അണ്ണാക്കി And വെച്ചു. he's broken free. Ah. There's still danger here. It has to be, surely. ഫോൾ That is പെനാൽറ്റി a പെനാൽറ്റി very അല്ല, ഫ്രീ fine കിക്ക്. challenge in എന്തെങ്കിലും എന്താ typical circumstances. ഇത് ലാഗ് So ആണ് 2 വിഷയം. minutes of stoppage എനിക്ക് time here. Williams. He certainly does allow. ആ, Cleared away. So the ഓക്കെ whistle വെൽ then. പ്ലേ. We're at the പാട്രിക് halfway വിയേറ. stage in this match. ആ മനുഷ്യൻ്റെ ഒറ്റ കിഡില്ല അസിസ്റ്റ്, ആ മനുഷ്യൻ്റെ ഒറ്റ അസിസ്റ്റിനാണ് ഈ കളി ഇപ്പം മുൻപോട്ട് പോണത്. റാഫേലിയോ ആണ് നല്ലോണം കളിച്ചെന്നൊക്കെ തോന്നും. ആ ആ അവിടെ ആളുണ്ട്. Manuel Akanji. പാസ് കോഡ് ഞാൻ പാസ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും പാസ് ഇടുന്നില്ല. And an astute piece ആ of defending. റീകണക്റ്റിങ്. ഓ ഇങ്ങെത്തിയാ. ഒരു ദിവസം ഞാൻ ഇത്തേ രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും He's going forward well here. ഇതിങ്ങനെ കാണിച്ചിട്ട് Really important. തിരിച്ചെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഓപ്പണൻറ്റ് ഗോൾ അടിച്ച്. സെയിം ഇതുപോലെ ഇങ്ങനെ ലാഗടിച്ച് വന്നിട്ട് Zaire Emery. Nico Williams. Giving the ball ആ ഞാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവൻ്റെയൊക്കെ റീകണക്ട്. കയറി വാ. ഹൈ കൂടങ്ങോട്ട്. good looking sequence. Oh, in with a chance. Now the keeper had Eh. plenty to think about with bodies around him. ഈ ഇൻ്റർനെറ്റിന് എന്തൊരു പറ്റിയെന്ന് എനിക്ക് അറിയില്ല, ഈ സത്യമായിട്ടും. Zaire Emery. ഞാൻ വൈഫൈയിലിരുന്ന് His കളിച്ചിട്ടും opponent. ഇപ്പോൾ ഞാൻ വൈഫൈയിൽ അല്ലാതെ അല്ലാതെ കളിച്ച് എന്ത് ചെയ്യും? ഇത് ഞാൻ അറ്റാക്ക് ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ. Nico ഇപ്പോൾ ലാഗ് അടിക്കുന്നില്ലേ, എൻ്റെ കാലിലോട്ട് ബോൾ വരണതും opportunity. ഉണ്ടാവും ലാഗ്. It's
ഈ ടീമിനെ തോൽപ്പിക്കാൻ പറ്റിയ അവൻ്റെ ടീം ഞാൻ കളി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. വിഷ്യൻ ടീം അതെ ബെല്ലിംഗോക്ക് ഇറങ്ങി വരണം. കോർണർ കൊള്ളിയാൻ ചാൻസ് നല്ല കൂടുതലാണ്. ഒരു ഗോളിൻ്റെ ലീഡേ ഉള്ളൂ, ഒന്നുമില്ല. ഓ ഇവൻ്റെ സ്കിൽ മൂവ് ലൈൻ ചേഞ്ച് ആണോ? Yeah, just about edging it overall. It's been a really tight game, hasn't it? Chances at a premium, and you have to praise their defending in that regard. Just got to see out the final few minutes now. And there it is, the final. വിജയ് പൊട്ടിച്ചവനാ. ഈ കളി അൽവാരസിന് പ്രഷറൊന്നും ഇല്ലായിരുന്നു. ഡിഫൻഡർമാരെല്ലാവരും മാക്സിമം കളിച്ചു. സെൻട്രൽ മിഡ്സിൽ പാട്രിക് വെയർ കളിച്ചു, എല്ലാവരും കളിച്ചു. അതുകൊണ്ട് അവൻ്റെ ടീം കാണിച്ചു തരാം. സെൻട്രൽ റിക്വസ്റ്റ് ഓക്കെ. ഇനി അവൻ്റെ ടീം കാണിച്ചു തരാം. ഒട്ടും മോശമല്ല ടീം. അവൻ്റെ ടീം വിഷയം ടീം തന്നെ കാണിച്ചു തരാം. അയ്യോ പ്രൊഫൈൽ 96,000 ഉള്ളൂ അല്ലേ. നോക്ക് ഈ ടീമും എൻ്റെ ഇപ്പോഴത്തെ ടീമും വെച്ച് നോക്ക്. നിക്കോ വില്യംസൊക്കെ ഉണ്ട് 105 പേസ്. നെയ്മർ ചെയ്യാറ് ഇങ്ങനെ എത്ര പ്രാവശ്യം ബോളും കൊണ്ട് കയറിയുണ്ട്. വേണ്ടേക്ക് എൻ്റെ കിഡിലെ ഇൻ്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാട്ടോ. ഇതാരെന്ന് പോലും എനിക്കറിയത്തില്ല. ചേട്ടൻ്റെ കിഡിൽ അക്കൗണ്ട് ഉണ്ട്, അതെനിക്കറിയാം. ഇങ്ങനത്തേക്ക് അക്കൗണ്ട് എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രം. വില്യം സാലിബ അടക്കത്തില്ല ഗൈസ്. നിക്കോ വില്യംസ്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ, അതെൻ്റെ കൂടെ പഠിക്കുന്നൊരു പയ്യൻ്റെ, അവൻ്റെ അക്കൗണ്ടിൽ പ്ലേയേഴ്സ് ഉണ്ട്. 99 വേറെ, ഇന്നലെ 98ആയിരുന്നു. അവന് മുട്ടിങ്ങൽ അക്കാണ്. അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. 100ൻ്റെ മൂസയാളെ. അവൻ ടീം ബിൽഡേ അറിയത്തില്ല, അതുകൊണ്ടാണ്. 103 നിക്കോ വില്യംസ്. റൊണാൾഡോ. ഇതെല്ലാം ലക്ക. ഒരെണ്ണം പോലും അവൻ മേടിച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡബിൾ ആണോ നോക്കാം. അല്ല കാൻഡേ. ഇത് 99. പെപ്പെ. ഗോളിതാ പീറ്റർ ചെക്ക്. ഡങ്ക് CB അല്ല, പക്ഷെ അവിടെ ഇട്ടേക്കണം. പിന്നെ ഫോർഡ്. ഇതവൻ മേടിച്ചതാണ്, അവൻ പറഞ്ഞായിരുന്നു. എന്തായാലും എൻ്റെ ഒരു EA അക്കൗണ്ടിലെ കുറച്ച് സംഭവം കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോയുടെ നിർത്താം. അപ്പോൾ ഗൈസ് നമ്മുടെ EA അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. EA അക്കൗണ്ടിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ട് എൻ്റെ ടീമിൽ. സർപ്രൈസ് ഒന്നായിപ്പോയി. ഒരു പ്ലെയർ ഉണ്ട് ഈ അക്കൗണ്ടിൽ. എന്താ മറ്റേ ആ മാച്ച് അത് കിടന്ന ഞാൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ലീഗിൽ എന്തിനാ വന്നല്ലോ. പ്രീമിയർ ലീഗ് മല്ലു സഴീന നമ്പേഴ്സ്. ഇതിലെൻ്റെ അക്കൗണ്ട് പുറത്തായോ? ലെജൻഡാറസ് കളിച്ചില്ല. യെസ് ജയിച്ചു. വിവേകാനന്ദ് യെസ് ഗൈസ്. ഓക്കെ ഇനി സർപ്രൈസ് ആണുണ്ടേ. അത് മാർക്കറ്റിൽ എന്താ ഞാൻ ഓർഡറൊന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ. ആ ഉണ്ടായിരുന്നെങ്കിൽ വരട്ടെ. ഓ ദാരി മെസ്സിയോ? അല്ല വലിയ മെസ്സിയൊന്നും മേടിക്കാനുള്ള ഇത് നമ്മളില്ല. എന്നാൽ ഈ മെസ്സിക്ക് നല്ല പ്രൈസ് ഉണ്ട്. പിന്നെ വേറൊരാളുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ, സർ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതെനിക്ക് ലക്ക് വയസ്സിൽ കിട്ടിയതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മെസ്സിയുടെ റൊണാൾഡോനെ കൂടെ വച്ച് ഒരു കളി കളിക്കണമെന്ന്. പക്ഷേ വലിയ കാർഡ് മേടിക്കാനുള്ളതൊന്നും എൻ്റെ ഇല്ല. അതുകൊണ്ടാണ് ചെറിയ കാർഡ് ചോദിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ഈ സെൻറ്റർ ഫോർവേഡ് ബെൻസെമ 99. പക്ഷേ എനിക്കത് എല്ലാം കൂടെ ഒപ്പിക്കാൻ പറ്റിയ പൊസിഷൻ ഇല്ല ഈ ഗെയിമിൽ. നമ്മൾ ആൾട്ടോ ബിൽഡ് കൊടുത്താലും
ഇത് ഇങ്ങനെ ഇടായിരുന്നു. എന്തായാലും മെസ്സിനെ ഓക്കെ 96 മെസ്സിയുടെ ഡീറ്റെയിൽസ് 95 ഒരു കാർഡാണ്. അപ്പോൾ ഇതൊക്കെ മതി. സ്കിൽ പോയിൻറ്റ്സ് എടുത്തിട്ട് ഡെക്സ്റ്റിരിറ്റി മാത്രം കൊടുക്കാം. എനിക്ക് എൻ്റെ പ്ലേയേഴ്സിന് എപ്പോഴും വേണ്ട ഡെക്സ്റ്റിരിറ്റിയാണ്. അത് അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ട്രെയിൻ ചെയ്യണമെങ്കിൽ പ്ലേയേഴ്സ് ഉണ്ടോ? ഇൻഫിനിറ്റി ആണോ ഇത്? അല്ല തീരും. ഓക്കെ ഓക്കെ 85 വരെയുള്ള പ്ലേസിൽ പോകും. ട്രെയിൻ ചെയ്യാം. മെസ്സിയല്ല സ്കിൽ മൂവ് എന്താ ലൈൻ ചേഞ്ച് ആണോ? അതെ റൗലറ്റാണ് തോന്നുന്നു. 4 സ്റ്റാർ റൗലറ്റ്. ഓക്കെ പോയിന്റ് സ്കൈ അത് തന്നെ മെസ്സിയുടെ പ്ലേ മേക്കർ ഔട്ട്ഫുഡ്. ഓക്കെ അപ്പോൾ ഈ മെസ്സിയെ വെച്ച് കൂടെ നമ്മൾ ഡോണറോമ ഗോളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഹെഡ് വെട്ട് കളിക്കാൻ പോയി. ഈ ടീം എന്തായാലും ജയിക്കും. കാരണം ഇതിൽ ഹെഡ് വെട്ട് ഞാൻ വെറും അമേച്ചർ 1 പക്ഷേ ഇപ്പം തന്നെ എൻ്റെ കഴിഞ്ഞ കളി നിങ്ങൾ കണ്ടു. ഉള്ള ടീമാണെങ്കിലും കളിക്കാൻ അറിയാമെങ്കിൽ ഏത് കളിയും ജയിക്കാം. ഇത് ഡിഫറൻസ് ഉണ്ട്. എന്നാലും സൗസനു വിയ ബാഴ്സലോണ. ഇത് ഏത് ടീം? റിയാദ് FC. ഞാൻ ചുമ്മാ എടുത്തിട്ടപ്പോഴത്തേക്ക് അക്കൗണ്ട് ആദ്യമേ ഇട്ടത്, പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല. അതുകൊണ്ട് ഇങ്ങനെ മെസ്സി, റൊണാൾഡോ, സ്കീഫിൽ മസ്റ്റർ 100. ഓക്കെ ഞാൻ ഒരിക്കലും എൻ്റെ ഓപ്പണൻ്റ് ടീമിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാറില്ല. You have to earn the right to play, and I'm sure that will have been reiterated by both managers in the dressing room. It promises to be a really good game here. കൺട്രോൾ കിട്ടുന്നില്ല. ഞാൻ ഈ ക്യാമറയൊന്ന് മാറ്റാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അത് 4 ആണ്. ഓക്കെ മെസ്സിയുടെ ഇൻ്റർസെപ്ഷൻ. സോ ബാഡ്. അവന് കളിക്കാൻ അറിയാം എന്നാണ് തോന്നുന്നത്. ഗൈസ് ഈ കാല് നീട്ടി വെക്കുന്നത് എങ്ങനെയാ എനിക്കറിയത്തില്ല. ചെറിയ ലാഗ് വരുന്നുണ്ട്. ഈ അക്കൗണ്ടിൽ ചെറിയ ലാഗ് ഉണ്ടെങ്കിലും കളിക്കാൻ പാടാം. അതൊക്കെ എൻ്റെ മറ്റേ അക്കൗണ്ട്. അതിൽ ലാഗ് പിടിച്ചാലും ഞാൻ കിടന്ന് കളിച്ച് മരിക്കും. ലോങ് ഷോട്ടൊക്കെ നടക്കൂല. ഞാൻ ചുമ്മാ ചെയ്യണമെന്നേ ഉള്ളൂ. അഥവാ അത് കയറിയാലോ. ഇപ്പം തന്നെ 30 മിനിറ്റ് ആയ കളി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കളിയും കൂടെ കളിക്കാം. സത്യമായിട്ട് ഈ മെസ്സി മേടിക്കട്ടുന്ന കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇന്നലെ മെസ്സി വരൂല എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ മെസ്സി വന്നു. നെറ്റ് ഓട്ടക്കളി. ഇപ്പൊ കണ്ടോ? ഇപ്പൊ എന്ത് വന്നാ പിടിക്കുന്നില്ല കേസ്. എനിക്കിത് ഞാൻ അടിക്കാൻ നേരത്തെ അത്ര അമ്മമാര് നെറ്റും വാങ്ങാണ്ടിന്ന് പറഞ്ഞ അമ്മമാര് വരും. മെസ്സിയാണ് കൈയിരിക്കണം. ഇടിച്ചിരിക്കണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 80 MS കളിക്കുമ്പോഴാണ് എനിക്ക് ഇത്ര ഇത് വരണ. പൊന്നെ ഫസ്റ്റ് ഹാഫ് തീർന്നല്ലേ, നന്നായി. എടാ ഈ ഓൾട്ട് കയറി വരണം. എന്തിന്? ഞാൻ ഓൾട്ട് ഓഫ് ചെയ്യാൻ പറ്റാൻ നോക്കി. ഇല്ല പ്ലേസ് ആണെങ്കിലും ചത്താം. മെസ്സി ചത്തുന്നു ഇല്ല.
സത്യമായിട്ടും Wonderful ഞാൻ സത്യം challenge പറയാം, എനിക്ക് and a throw in coming up. മെസ്സി ഇഷ്ടമല്ല. Lucas Vazquez. പക്ഷേ എനിക്ക് കൊച്ചുനാൾ തൊട്ടേ മെസ്സി ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഞാൻ ഫുട്ബോളിനെ പറ്റി കൂടുതൽ അറിയുന്ന തൊട്ടേ എനിക്ക് മെസ്സി ഇഷ്ടമല്ല. Di Maria. പക്ഷേ Benzema. Cristiano Ronaldo. റൊണാൾഡോ ഫാൻ ആയിരുന്നു. റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് എനിക്ക് മെസ്സി ഇഷ്ടപ്പെടില്ല, അത് വേറെ കാര്യം. Striding forward with confidence. അതെന്തോ അങ്ങനെ ആയിപ്പോയി. മെസ്സി റൊണാൾഡോ ഈ രണ്ട് ശത്രുക്കൾ എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷേ ഫുട്ബോളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഫുട്ബോൾ ഈസ് ദ ഗെയിം ഓഫ് യൂണിറ്റി എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാനിപ്പോൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആ മെസ്സി എന്ന മനുഷ്യൻ്റെ കളിയിൽ ശ്രദ്ധിക്കണം പറയാം. മെസ്സി എന്ന മനുഷ്യൻ്റെ അദ്ദേഹം ആ കളിക്ക് വേണ്ടി കൊടുത്ത എഫേർട്ട്, അതിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ മെസ്സിയെ വെച്ച് കളിക്കത്തില്ല. ഈ മെസ്സി ഇപ്പം ലക്ക് മെസ്സി കിട്ടിയാൽ ഞാൻ മെസ്സിയെ ടീം ഇട്ടേക്കാം, അല്ലാതെ മെസ്സിയെ പൈസ കൊടുത്തൊന്നും ഞാൻ മേടിക്കത്തില്ല. അത് വേറെ. എനിക്ക് കണ്ടന്റ് കിട്ടണമെങ്കിൽ മെസ്സിയെ തന്നെ ഇട്ട് കളിക്കണമെന്ന് എനിക്കൊരു ഇതുമില്ല. പക്ഷേ അദ്ദേഹം ചുമ്മാ ഇരുന്ന് ബോൾ ഉരുട്ടിയോണ്ടല്ല അദ്ദേഹം ഒരു ലെജൻഡായത്. എനിക്ക് ഇതിപ്പോൾ ആര് നേരത്തെ ഗോളടിച്ച റോയ്സാണ്. റോയ്സിൻ്റെ കാർഡൊക്കെ എപ്പോൾ ഇറങ്ങിയാണ്, തോട്ട്സിലും കണ്ട് ഇറങ്ങിയ കാർഡാണ്. അമ്മൂട്ടി അക്കൗണ്ടി ഉണ്ട്. ഈ അക്കൗണ്ടി എടുക്കാറൊന്നുമില്ല. ഓ മെസ്സി ചത്ത്. മെസ്സിയെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും റൊണാൾഡോയെ കൊണ്ടും ഗോൾ അടിപ്പിക്കാൻ പറ്റില്ല, മെസ്സിയെ കൊണ്ടും ഗോൾ അടിപ്പിക്കാൻ പറ്റില്ല. ഫിനിഷില്ല. ഈ കളി ഇപ്പം തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 5 ലൈക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ 99 റൊണാൾഡോ വരെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും.